പ്ലസ് ടു ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: the radius of a capillary tube is double, the height of the capillary rise will be. ഈ capillary ട്യൂബിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്തു. capillary ട്യൂബിന്റെ റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ capillary റൈസിന് അയാളുടെ ഹൈറ്റിന് എന്താണ് സംഭവിക്കുക? നമുക്കറിയാം h is equal to 2s cos theta divided by rho g a ആണ്. ഇവിടെ a എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന capillary ട്യൂബിന്റെ റേഡിയസ് ആണ്. സോ എടുത്തിരിക്കുന്ന capillary ട്യൂബിന്റെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്തു, ഇരട്ടിയാക്കി എന്ന് പറയുന്നു. എന്താ വരിക? നമുക്കറിയാം h dash is equal to 2s cos theta divided by rho g a dash ആണ്. ഇവിടെ a dash എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ആണ്. സോ നമ്മൾ ഡബിൾ ചെയ്ത റേഡിയസ് ആണ്. സോ a dash is equal to 2a ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും h dash is equal to 2s cos theta divided by rho g into 2a. സോ നമുക്ക് മനസ്സിലായി ഇവിടെ 2 cos theta divided by 2 into rho g a ആണ്. 2 cos theta divided by rho g a എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അത് h/2 ആണ്. സോ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. റേഡിയസും ഹൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ആൻഡ് കാപ്പിലറി റൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ നിങ്ങൾ ഇവിടെ റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് പകുതിയാക്കപ്പെടും, ഹാഫ് ആയിട്ട് മാറും. സോ ദ കാപ്പിലറി റൈസ് ബിക്കംസ് ഹാഫ്, h/2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് h/2. താങ്ക് യു.